വകുപ്പിലല്ല പ്രവർത്തനത്തിലാണ് കാര്യമെന്ന് നിയുക്ത മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. വകുപ്പ് ഏതാണെങ്കിലും നന്നായി പ്രവർത്തിച്ച് കാണിക്കുമെന്ന് കടന്നപ്പള്ളി കണ്ണൂർ മണ്ണിനോട് പറഞ്ഞു. മന്ത്രിസ്ഥാനം പ്രഖ്യാപിച്ചതിൽ സന്തോഷമുണ്ടെന്ന് ഞങ്ങളുടെ പ്രതിനിധി മുഹമ്മദ് സൈഫുള്ളക്ക് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ കടന്നപ്പള്ളി പറഞ്ഞു. നവകേരള സദസ്സ് കഴിഞ്ഞു. മുൻ ധാരണ പ്രകാരം 2 മന്ത്രിമാർ രാജിവെച്ചു. ആന്റണി രാജുവിനും അഹമ്മദ് ദേവർകോവിലിനും പകരം കടന്നപ്പള്ളി രാമചന്ദ്രനും കെ.വി. ഗണേഷ് കുമാറും മന്ത്രിസഭയിലെത്തും. കടന്നപ്പള്ളി രാമചന്ദ്രൻ ഇപ്പോൾ കണ്ണൂർ മണ്ണിനോടൊപ്പമുണ്ട്. ഇപ്പം ഒരു 3-ാം ഊഴം മന്ത്രിസഭയിലേക്ക് എന്ത് തോന്നുന്നു? അല്ല, അതൊക്കെ ഒരു വാസ്തവത്തിൽ എന്താ പറയുക, ഒരു യോഗം എന്നാണ് 3-ാമത്തെ ഊഴമാണ്. ആദ്യം VS മന്ത്രിസഭ, പിന്നെ ഒരു ഫുൾ ടൈം 5 വർഷം പിണറായി വിജയൻ സഖാവിൻ്റെ മന്ത്രിസഭ, ഇപ്പോൾ വീണ്ടും പിണറായി സഖാവിനോടൊപ്പം 3-ാമത്തെ ഊഴം. അത് സ്വാഭാവികമായും കഴിവിനനുസരിച്ച് വകുപ്പുകൾ ഏതായിരുന്നാലും ശരി, വിശ്വാസ്യത, സത്യസന്ധത, പ്രതിബദ്ധത, അതാണ് എനിക്കും ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിക്കുള്ള ഒരു മൂലധനം. അത് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്നുള്ളതാണ്. അതെ, അത് വെള്ളം ചേർക്കലും മായം ചേർക്കലൊന്നുമില്ല. ആ നിലയ്ക്ക് പോവുക. ഒരു പ്രവർത്തനത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്നതിനെ പരമാവധി ചെയ്യുക, ഉപകാരപ്രദമായ നിലയിൽ. ഇതാണ് ഒരു ഒറ്റവായി പറഞ്ഞാലുണ്ടാകുന്ന ഒരു സമീപനം. അതാണ്. അതുകൊണ്ട് വാഗ്ദാനങ്ങളോ അല്ലെങ്കിൽ വെല്ലുവിളികളൊന്നും അതൊന്നും നമുക്ക് ഉള്ളതല്ല. അതല്ലേ, അത് നിലവിലുള്ള പരിമിതമായ സമയത്തിനുള്ളിൽ ഏതൊക്കെ കാര്യം ചെയ്യാൻ പറ്റും, ആ ചെയ്യുന്ന കാര്യങ്ങളിൽ അതിൻ്റെ ഉപകാരപ്രദമായ, ജനങ്ങൾക്ക് ദ്രോഹം ചെയ്യാത്തതോ അല്ല വകുപ്പ് മുഖേന ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ ഒരു പ്രാധാന്യ പ്രസക്തിയും കണക്കെടുത്തുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ പരമാവധി ചെയ്യുക. അതിന് തീർച്ചയായും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഊർജിതമായ പിന്തുണയും സഹായങ്ങളും മാർഗനിർദ്ദേശങ്ങളും ഉണ്ടാകുമെന്നാണ് എൻ്റെ അനുഭവം. അതുകൊണ്ട് ഏത് വകുപ്പായെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റേതായ നിർദ്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന പ്രയാസം ഉണ്ടാവില്ല എന്നാണ് എൻ്റെ അനുഭവം. നേരത്തെ കഴിഞ്ഞ മന്ത്രിസഭയിൽ അങ്ങ് കൈകാര്യം ചെയ്ത വകുപ്പാണ് പുരാവസ്തു തുറമുഖ വകുപ്പ്. ഏതാണ്ട് ആ ഒരു വകുപ്പാണ് ഒരു പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കണ്ണൂരിന് വേണ്ടി എന്തൊക്കെ പദ്ധതികളാണ് മനസ്സിലുള്ളത്? അതല്ല, ഞാനിപ്പോൾ ഈ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തിട്ടല്ലോ. അധികാരം ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഇങ്ങനെയൊക്കെ ഒരു പറയുന്നതിനൊരു പ്രസക്തി ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതല്ലേ, അതിപ്പം എന്തായിരുന്നാലും കണ്ണൂരിൻ്റെ പൊതു വിഷയങ്ങളുണ്ട്. അത്തരം വിഷയങ്ങളിൽ നിങ്ങളുടെയൊക്കെ സഹായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിച്ചുകൊണ്ട് എന്താണ് ചെയ്യാൻ കഴിയുക എന്നതിനെക്കുറിച്ച് നമുക്ക് വളരെ ശാസ്ത്രീയമായി പ്രായോഗികമായി ഇരുന്ന് സംസാരിക്കാം. ഇപ്പോഴും ഞാൻ അത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചാർജ് എടുത്തിട്ടില്ല, ചുമതല എടുത്തില്ല. അപ്പോൾ ചുമതല എടുക്കാത്ത ഞാൻ അത് ശരി ഇന്നതാണ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഉചിതമല്ല എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് പറഞ്ഞ സമയമുണ്ട്. ഇപ്പോൾ 29-ാം തീയതിയാണ് സത്യപ്രതിജ്ഞ. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമല്ലോ. അപ്പോൾ നമുക്കൊന്ന് കാണുക, സംസാരിക്കാം ഏതെല്ലാം നിലയിലാണെന്ന്. അപ്പം കണ്ണൂരിൽ ഇന്നലെ വന്നതിന് ശേഷം രാത്രി പാർട്ടി പ്രവർത്തകരും സുഹൃത്തുക്കളൊക്കെ വലിയൊരു സ്വീകരണം തന്നു. അതിനുശേഷം ഇപ്പോൾ ഇങ്ങനെ ഓഫീസിലേക്ക് ആളുകൾ വരുന്നുണ്ടോ? ഫോൺ കോളുകൾ വരുന്നുണ്ടോ? ഫോൺ കോൾ തന്നെ മുഴുവൻ. ഇന്ന് രാവിലെ വന്നു. ഞാൻ ഇന്നലെ രാത്രി നേരെ അത് കഴിഞ്ഞിട്ട് റെയിൽവേ സ്റ്റേഷൻ നേരെ പോയത് പെർണശ്ശേരി പള്ളിയിലാണ്. അവസാനം എല്ലാവരും പോകുന്നതാണ്. അത് ആ കുർബാന കഴിഞ്ഞ് പോകുള്ളൂ. അവിടെ ചെറിയൊരു ഫംഗ്ഷൻ, ആ കുട്ടി 2 വാക്ക് സംസാരിച്ച് 2 പേര് പാടി അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് വന്നു. ഇന്ന് രാവിലെ തലശ്ശേരി അതിരുപതിയിൽ പോയി കണ്ടിട്ട് അത് പതിവുള്ളതാണ്. അത് മന്ത്രി ആകുന്നുള്ളതുകൊണ്ടോ മന്ത്രി ആയതുകൊണ്ടോ എന്നല്ല, സാധാരണ എൻ്റെ പതിവ് അനുസരിച്ചാണ്. എന്തായാലും ഈ ഒരു മന്ത്രി പദവി നമ്മളെ കണ്ണൂരിനും കേരളത്തിനും ഒരു ക്രിസ്മസ് ന്യൂ ഇയർ സമ്മാനമായിട്ട് കണക്കൂട്ടാം. അത് ചില പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഏത് സമ്മാനമായിരുന്നാലും തീർച്ചയായും ഇതൊക്കെ നമ്മുടെ നല്ലവരായ സുമനസ്സുകളായ നാട്ടുകാർ അതർഹിക്കുന്ന സ്നേഹവായ്പോടുകൂടി ഇതൊക്കെ സ്വീകരിക്കുമെന്നുള്ളതാണ് എൻ്റെ വിനീതമായ വിശ്വാസം. എന്തായാലും എല്ലാവിധ ആശംസകളും നിയുക്ത മന്ത്രിക്ക്. ക്യാമറ പേഴ്സൺ ഡാങ്കെ പൂക്കാടിനോടൊപ്പം മുഹമ്മദ് സൈഫുള്ള, കണ്ണൂർ. നിങ്ങളുടെ അഭിരുചിക്കും സമയത്തിനും അനുസരിച്ച് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന കോഴ്സുകൾ. പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ടാലന്റ് ബ്യൂട്ടി അക്കാദമി, പുമാല ഓഡിറ്റോറിയം, ചെറുവത്തൂർ, നിയർ ലാസിയ കോളേജ്, പിലാത്തറ. കോൺടാക്ട് 8111 907082 9947 205835.